Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാമോ, കുക്ക് ചെയ്യുന്ന വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് സ്റ്റോറിൽ കാടക്കോഴീനെ കണ്ടത്. അപ്പോൾ ജീവനുള്ള കാടക്കോഴിയെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തെങ്കിലും നമുക്ക് കിട്ടിയില്ല. ഒത്തിരി അന്വേഷണത്തിനൊടുവിൽ നമുക്ക് കിട്ടിയത് ഡ്രസ്സ് ചെയ്ത കാടക്കോഴീനെയാണ്. അപ്പോൾ നമ്മൾ അത് കൊണ്ടുവന്ന് 5 കാടക്കോഴിയാട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടെ വലിയ കാടക്കോഴിയായിരുന്നു, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു സൈസെന്ന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വളരെ ചെറുതാട്ടോ, വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയൊരു സാധനമാണ്. ഞാൻ ആക്ച്വലി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കാടക്കോഴി ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 4 സെൻറ്റിമീറ്ററൊക്കെ നീളമുള്ള ഇഞ്ചിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടുതലിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന മസാലാസ് പ്രിപ്പയർ ചെയ്താലില്ലേ എപ്പോഴും അതിന് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇത് മാത്രമല്ല കുറച്ച് പൊടികളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെളുത്തുള്ളി ഇടുന്നത്. ഇപ്പോൾ വെളുത്തുള്ളി കട്ട് ചെയ്യാതെ വേണമെങ്കിലും ഇടാം. പൊടികളെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡറാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. കുരുമുളക് അതുകൊണ്ട് ഇതിന് ആവശ്യത്തിന് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് പൊടിച്ച കുരുമുളകല്ല, ചതച്ചതായിരുന്നു. അപ്പോൾ കുറച്ചൊരു 2-3 സ്പൂൺ ഇടുമ്പോൾ തന്നെ നല്ല എരിവുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഗരം മസാല ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെയാണ് ആഡ് ചെയ്യുന്നത്. വിനാഗിരി എന്ന് വെച്ചാൽ വിനീഗർ. അപ്പോൾ ഇത്രയും സാധനമാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യേണ്ടി വരും, എന്നാലാണ് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഈ റെസിപ്പി ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു മസാല ഉണ്ടാക്കാം. ഈ മസാലയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം അത്ര ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര സമയമൊന്നും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല, കാരണം കാടക്കോഴി എന്ന് വെച്ചാൽ ഭയങ്കര ചെറിയ ഒരു സാധനം അല്ലേ. അപ്പോൾ അത്രയും മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും സമയത്തേക്ക് അത് മാറ്റി വെച്ചത്. എന്നിട്ട് അത് ഒരു 30 മിനിറ്റ്സ് ഒക്കെ റെസ്റ്റ് ചെയ്തു. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പൊട്ടാറ്റോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഒരു അബദ്ധം പറ്റിയതാണ്. കാര്യം ഞങ്ങൾ ആദ്യം കാടക്കോഴി എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ കാടക്കോഴി ഫ്രൈ ആവുന്ന സമയത്ത് തന്നെ പൊട്ടാറ്റോവും ഫ്രൈ ആവുമല്ലോ. അങ്ങനെ അതിനുശേഷം നമ്മുടെ കയ്യിൽ വീട്ടിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു കപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ കപ്പയും കാടക്കോഴിയും അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ കപ്പ എടുത്തു. സത്യം പറയാലോ, ഒത്തിരി ടൈപ്പ് കപ്പ കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഈ ഒരു കപ്പ നല്ല ടേസ്റ്റായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വേവും ചെയ്തു, നല്ല സോഫ്റ്റുമായിരുന്നു, പെട്ടെന്ന് കട്ടാവണവും ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര എളുപ്പം എന്താ പറയുക, ഇളയ കപ്പ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കപ്പയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എവിടെ നിന്നാണ് അടി വാങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നല്ല കപ്പയായിരുന്നു. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ട് 2 പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ കുക്കറിൽ ഇത് വേവിക്കാൻ വേണ്ടി വെച്ചത്. കുക്കറിൽ വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒത്തിരി വിസലൊന്നും അടിക്കണ്ട. ഒരു വിസൽ വരാൻ ഓൾമോസ്റ്റ് ഒരു വിസൽ ഇങ്ങനെ ഷൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട്, ഒരേപോലെയൊന്നും അല്ല ഞാൻ കട്ട് ചെയ്തേക്കുന്നത്, നമുക്ക് പറ്റുന്ന പോലെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള നാരില്ലേ അത് കളയുക. എന്നിട്ട് കുക്കറിനകത്തേക്ക് ഇടുക. പച്ചമുളക് ഇടുന്നതെന്ന് വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവിന് വേണ്ടിയിട്ടൊന്നുമല്ല, അതിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമുളകിൻ്റെ. എന്നിട്ടത് നമ്മളെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് ഒരു വിസൽ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കാട ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. എയർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് കോക്കനട്ട് ഓയിലിൽ എന്ത് ഫ്രൈ ചെയ്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കോക്കനട്ട് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അത് വീണ്ടും ആ മണ്ടത്തരം കാണിക്കുകയാണ്. കാടയുടെ ഉള്ളിൽ നമ്മൾ പൊട്ടാറ്റോസ് ഫില്ല് ചെയ്യണം. അപ്പോഴും മൈൻഡിൽ നമ്മൾ കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും മൈൻഡിൽ എയർ ഫ്രൈ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇത് ഫ്രൈ ആയി വന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ നമ്മളെന്ത് മണ്ടത്തരമാണ് കാണിച്ചത്, ഇങ്ങനെ വെച്ചാൽ പൊട്ടറ്റോ വേവില്ലല്ലോ എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മളിത് ഓരോന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ട് പൊട്ടാറ്റോസ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്താൽ ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ വേവിച്ച പൊട്ടാറ്റോ ഇല്ലേ, അതിങ്ങനെ മാഷ്ഡ് പൊട്ടാറ്റോ അത് ഫില്ല് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് തോന്നണം. അതൊന്ന് ഓൾറെഡി വെന്തതാണ്, അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇനി ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇപ്പം എയർ ഫ്രൈ ചെയ്യാൻ പറ്റില്ല, കോക്കനട്ട് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ മാഷ്ഡ് പൊട്ടാറ്റോ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്താൽ നല്ല കിടിലനായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് ഒരിക്കൽ ട്രൈ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ മാഷ്ഡ് പൊട്ടാറ്റോ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നല്ലൊരു അടിപൊളി എന്താ പറയുക ടേസ്റ്റിൽ അത് കിട്ടുമായിരിക്കും. കാരണം ഇതുപോലത്തുള്ള നോൺ വെജ് സംഭവങ്ങളുടെ ഒപ്പം പൊട്ടാറ്റോ എപ്പോഴും വളരെയധികം ടേസ്റ്റി ആണല്ലോ. അങ്ങനെ അപ്പോൾ പിന്നെ ഇപ്പുറത്തെ ഒരു സൈഡിൽ നമ്മളുടെ കാടക്കോഴി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഞാനൊരു മൺചട്ടി വെച്ചിട്ട് നമ്മളുടെ എന്താ പറയുക കപ്പ താളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഞാൻ കടുക് ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ എപ്പോഴും ഇടുന്നത്. എനിക്ക് കടുക് ഇടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചുമന്ന മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് ഞാൻ അതിനകത്തേക്ക് ഇടുന്നത്. അത് നന്നായി സോട്ട് ചെയ്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ഇടുന്നത്. വേവിച്ചപ്പോൾ ഓൾറെഡി കപ്പയിൽ എന്താ പറയുക ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും ഇപ്പോൾ താളിക്കുമ്പോഴാണെങ്കിലും ഒത്തിരി ഉപ്പൊന്നും ഇടുന്നില്ല. ചെറിയ തീയിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയം അതിൻ്റെ ഒരു കളർ മാറാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെച്ചേക്കുന്നത്. അതിനുശേഷമാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ സോട്ട് ചെയ്ത ശേഷം കപ്പ ഇടുവാണ്. അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ കൂടെ ആഡ് ചെയ്യാമെന്ന്. തേങ്ങ ഇട്ട് വേവിക്കാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും തേങ്ങയുടെ ടേസ്റ്റ് ഒരുപാട് വരുന്നത് ഇഷ്ടമല്ല. ചെറുതായിട്ട് തേങ്ങ കടിക്കാൻ കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ്, അല്ലാതെ തേങ്ങയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ മാത്രം ഈ മിക്സ് ചെയ്യുന്ന സമയത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓഫ് ക്യാമറ ആയിട്ടോ ഞാനിത് നന്നായി മിക്സ് ചെയ്തത്. കാരണം ഇവിടെ ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഓഫ് ക്യാമറ നന്നായിട്ടത് മിക്സ് ചെയ്തു. അതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചില ആൾക്കാർക്ക് ഒത്തിരി തേങ്ങ ഇഷ്ടമായിരിക്കും. എനിക്കൊക്കെ നല്ലോണം തേങ്ങ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ചില ആൾക്കാർക്ക് വളരെ കുറച്ച് തേങ്ങ മതിയായിരിക്കും. അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. നല്ല ടേസ്റ്റിയാണ് ആക്ച്വലി. ഇവിടെ തേങ്ങ അത്ര ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. കപ്പ എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ കാടയുടെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കാടയ്ക്ക് ഒട്ടും മീറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അതൊരു വിഷമായിപ്പോയി. ചിക്കൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു, നല്ല മീറ്റ് ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷേ ചിക്കൻ വെച്ചിട്ട് എപ്പോഴും ഒത്തിരി ഡിഷസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം കാട എന്താ പറയുക ചൂസ് ചെയ്തത്. എന്നിട്ട് ഞാനത് സെർവ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് ജസ്റ്റ് എടുക്കുവാണ്, നിങ്ങളെയും കാണിക്കാം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മളുടെ കപ്പ ഒരു പ്ലേറ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പം 3 പേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാനുള്ള കപ്പയും കാടയും ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ കാട നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഈ ഒരു മസാല ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മസാല ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ച പോലെ ഇല്ലേ, ശരിക്കും ഞാൻ അങ്ങനെയല്ല, എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നൊരു മസാല ആയിരിക്കും. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്ത് നോക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു എന്താ പറയുക ഒരുപാട് ടേസ്റ്റ് ഉണ്ട്. ഈ മസാലയുടെ ചെറിയ ഇങ്ങനെ ഫ്രൈ ആയിട്ടുള്ള ഭാഗങ്ങളില്ലേ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. കൂടുതലും കാടക്കോഴിയുടെ ടേസ്റ്റിനേക്കാളും മസാലയുടെ ടേസ്റ്റിനാണ് എല്ലാവരും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും കഴിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന കാടയും കപ്പയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഗൈസ്, ബൈ.